ഹായ് ഹലോ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനും പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോകണം കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴത്തേക്കും ഞങ്ങളങ്ങനെ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും പോണ വഴിക്ക് നമ്മൾ രാവിലെയാണ് പോയത്. ഒരു 6:30-7 മണി ടൈം പോയതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴിക്ക് നല്ല വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് ബേക്ക് ഹൗസിൽ കയറി. ഇത് ആലുവ പോണ ആ ഒരു റൂട്ടിലുള്ള ഒരു ഷോപ്പാണ്. അവിടെ കയറി ലൈറ്റായിട്ട് ചായയും പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ട്രാവലറിൽ പോയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, നന്നായിട്ട് പെട്ടെന്ന് എത്തി. നമ്മൾ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ എത്തണത്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും സ്പീഡിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല കയറാൻ പോണേ കേട്ടോ. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, ചേച്ചിമാരും ഫ്രണ്ട്സും. പിന്നെ എൻ്റെ മെയിനായിട്ട് എൻ്റെ കൂടെയുള്ള എപ്പോഴുള്ള എൻ്റെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരോട് പോയതുകൊണ്ട് അവർക്കായിരിക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോണ വഴിക്ക് എന്നെ കൊണ്ട് 3-ാം സ്ഥലം എത്തിയപ്പോൾ തന്നെ എൻ്റെ ഫ്ലോപ്പായിട്ട് എന്നെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം അത്രയും ഞാൻ ഹെൽത്ത് വൈസ് ബാഡായിട്ടിരിക്കണതുകൊണ്ട് പറ്റണില്ല. പക്ഷേ കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ട് അവർ പ്രോത്സാഹിപ്പിച്ച് കയറാം, ഇടം വരെ വന്നിട്ട് തിരിച്ച് പോകണ്ടെന്നുള്ളൊരു മോട്ടിവേഷൻ തന്നപ്പോഴത്തേക്കും ഞാൻ രണ്ടും കൽപ്പിച്ച് കയറിയിട്ട് മേളിലെത്തി. നമ്മൾ അപ്പോഴും അവിടെ പ്രയർ നടക്കണമായിരുന്നു. നമ്മൾ കയറി പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ചു. പിന്നെ അവിടെ ആന കുത്തിയിട്ടുള്ള ആ ഒരു പള്ളി കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇത് തോമാസ് ലീഹയുടെ കാൽപാദത്തിൻ്റെ ആ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് കുഞ്ഞിലേ പോയി കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം വലുതായിട്ട് ഇതേപോലെ പോകാനൊന്നും പറ്റിയിട്ടില്ല. ഒരുപാട് വർഷമായി ഞാൻ പോയിട്ട്. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം മാറി. കാരണം മുമ്പ് കുത്തനെയുള്ള കയറ്റമൊക്കെ ഇരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം നിരപ്പായി വരുന്നുണ്ട്. അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ അടിവാരത്ത് വന്നു, ഒരു ഊണ് കഴിച്ചു. ഞാൻ വെജാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടിൽ പോയി കുളിച്ചു. വെള്ളത്തിൽ കുറേ നേരം കിടന്ന് കളിച്ചിട്ടോ. പെരിയാറൊക്കെ ഉള്ളൊരു അതേപോലത്തെ ഒരു സ്പോട്ട്. അങ്ങനെ അവിടെ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. ഞാനൊരു ടീഷർട്ടും പിന്നെ ഒരു ഷോർട്ട്സായിട്ട് വെച്ചത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ തോമ്പടിയിൽ വന്നു, ചായയൊക്കെ കുടിച്ചു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.